ഞാൻ ചോദിക്കുന്ന ഈ അടിമത്ത, ഞാൻ റിയാക്കത്തിനോട് ചോദിക്കുന്നത് ഈ അടിമത്തത്തിന്റെ വിഷയം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അടിമത്തം 2014 ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്. അടിമത്തം ഇല്ല. ഞാൻ ചോദിക്കുന്നത് അടിമത്തം 2021 തെറ്റാണോ അല്ലേ? 2021 അടിമത്തം ഉണ്ടായിനാ? 2024 തെറ്റാണോ അല്ലേ? 2024 അടിമത്തം ഇല്ലല്ലോ, പിന്നെ ഇതിനാ വിഷയം ചർച്ച 960 അടിമത്തം തെറ്റാണോ അല്ലേ? 1960 ആ അടിമത്തം തെറ്റാണോ അല്ലേ? 1960 1960 എന്ന് പറയുമ്പോ പിന്നെ ഇത് ഏത് നൂറ്റാണ്ട് വരുന്നത്? അപകടം മനസ്സിലായില്ലേ? 1960 അടിമത്തം തെറ്റാണോ അല്ലേ? ഹലോ ഉറങ്ങിയാ? ഇല്ല ആളെ മനസ്സിലായില്ലേ? ആളെ മനസ്സിലായാ? ഓ, നമ്മൾ നേരത്തെ സംസാരിച്ചല്ലേ? അതെ. വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടേ. ആരാ? നമ്മളതാ? അതെ. അത് ഇതാക്കി എന്താക്കണം? അത് അപ്ലോഡ് ചെയ്ത്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ 1 മണിക്കൂറിനുള്ള നമ്മൾ ചെയ്യുന്നു. അത് ഏതോ ഫോട്ടോ എന്നല്ലോ ഉള്ള? ഫോട്ടോ അല്ല, ഫോട്ടോ ഒരു ഇമേജ് ആണ്. നിങ്ങൾ ഫോട്ടോ അയച്ചെന്നാ ഫോട്ടോ വേണേ മാറ്റും. ഞാൻ ചോദിക്കുന്നത് റിയാക്കത്തെ നമ്മള് വളരെ സ്നേഹത്തോട് ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ശരിക്കും ഇതൊന്ന് പഠിച്ചാ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. എത്ര വരെ പഠിക്കണം? ഇത് ശരിയാണെന്ന് മനസ്സിലാവണവരെ പഠിക്കണം അല്ലേ? യഥാർത്ഥ എത്ര ഒന്നൊന്നുമില്ല, നമ്മള് ഇത് ശരിയാണെന്ന് മനസ്സിലാവണവരെ പഠിക്കാം, അങ്ങനെയല്ലേ? നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും ഇത് ശുദ്ധമായ തട്ടിപ്പാണെന്ന്. ചെറിയ പ്രായത്തില് മനസ്സില് ഒരു കുഞ്ഞു കുട്ടിയുടെ കാതിൽ തുടങ്ങുന്നതാണ് ഇത് കുത്തിക്കയറ്റല്. നിങ്ങൾ ചിന്തിച്ചു നോക്കിട്ട് നമ്മള് കുത്തിക്കയറ്റുന്നല്ലേ? ആണ്, ഇത് കുത്തിക്കയറ്റത് മാത്രാണ്, വേറെ ഒരു എണ്ണവും ഇല്ല ഇതിനകത്ത്. നമ്മൾ അതിൽ നിന്ന് പുറത്തു കിടക്കാനാണ് പിന്നെ ഞാൻ ഭയങ്കര പറയട്ടെ, നോക്കട്ടെ, നിങ്ങള് ഈ പ്രവാചകൻ പിന്നെ 40 വയസ്സ് വരെ അവിടെ ജീവിച്ചില്ലേ സുഹൃത്തെ? അടിമത്തം എന്നൊരു സാധനം ഉണ്ടോ അല്ല, അതല്ല അടിമത്തത്തെല്ലാം അത് പറഞ്ഞു. മതി, വേറൊന്നും ഇതിന് മാർക്കടഞ്ഞ് വേറെ ആലോചിക്കണ്ടെങ്കിൽ. അടിമത്തത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ എവിടെ അടിമത്തം ഇല്ലാഞ്ഞത്? എവിടെ ഉണ്ടാവാൻ പാടില്ലല്ലോ, ഇസ്ലാമിൽ ഉണ്ടാവാൻ പാടില്ലല്ലോ. അല്ലാന്ന് ഇസ്ലാം ഉണ്ടാക്കിയത് അടിമത്തം? ഇസ്ലാം ഉണ്ടാക്കി തന്നെയാണ് അടിമത്തം. എങ്ങനെ ഇസ്ലാമിന് മുമ്പിൽ അടിമത്തം? എന്നാ ഇസ്ലാം തുടങ്ങിയത്? അല്ല ഇസ്ലാം എന്നാ തുടങ്ങിയത് നിങ്ങൾ പറയും? ഇസ്ലാം എന്നാ തുടങ്ങിയപ്പോ? ഇസ്ലാം നാഥൻ നബി മുതൽ തുടങ്ങിയത് അല്ലേ? അപ്പൊ ഇസ്ലാമിന്റെ കാലത്ത് തന്നെയല്ലേ അടിമത്തം ഉണ്ടായത്? അല്ല, അതിനുശേഷം മറ്റുള്ള വിഭാഗം ആളുകൾ വന്നില്ല. എങ്ങനെ? എല്ലാരും മുസ്ലിങ്ങളാ? എല്ലാരും മുസ്ലിങ്ങളാ? ഞാൻ ചോദിക്കുന്നത് ഏത് ഗ്രന്ഥത്തിലാണ് അള്ളാഹു ഞാൻ ചോദിക്കട്ടെ, അടിമത്തം ഒരു തെറ്റാണോ, മോശം കാര്യമാണോ? അടിമത്തത്തെ കുറിച്ചൊരു മോശം എന്ന് നമുക്കിപ്പം പറയാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റും. അല്ല, അടിമത്തത്തെ കുറിച്ചിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വിഭാഗങ്ങളെയും എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി. ഇന്ത്യയിലുണ്ട്, എല്ലായിടത്തും ഉണ്ടായിരുന്നു, ഉണ്ട് എന്നല്ല, ഉണ്ടായിരുന്നു. ഇന്ത്യയിലുണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ട് എന്നല്ല, ഉണ്ടായിരുന്നു. പ്രവാചകനാണ് കൊണ്ടുവന്നെങ്കിൽ ഓക്കെ. പ്രവാചകൻ കൊണ്ടുവന്നു എന്നല്ല, ഒരു തിന്മ പ്രവാചകൻ ജീവിതത്തിൽ ചെയ്തു കാണിക്കുകയും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ അടുത്തൊരു അടിമ ഉണ്ട്, ഒരു അടിമ സ്ത്രീ ഉണ്ടെന്ന് വിചാരിച്ചോ. ഞാൻ അതിനെ മോചിപ്പിക്കലാണോ, എനിക്കൊരു അമ്മാവനുണ്ട്, ആ അമ്മാവന് സമ്മാനം കൊടുക്കലാണോ പുണ്യം, കൂടുതൽ പുണ്യം? ഞാൻ ചോദിക്കുന്ന ഇസ്ലാമിന്റെ പിന്നെ ഇസ്ലാമാണ് അത് തുടങ്ങി വെച്ചെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഇസ്ലാമാണോ വ്യഭിചാരം തുടങ്ങി വെച്ചത്? ഇസ്ലാമാണോ വ്യഭിചാരം തുടങ്ങി വെച്ചത്? ഈ വ്യഭിചാരത്തെ പോലെയാണ് അടിമത്തത്തിന്റെ ഇതാക്കല്. മദ്യപാനം തുടങ്ങി വെച്ചത്? മദ്യപാനം തുടങ്ങി വെച്ചത്? മദ്യപാനത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും മദ്യപാനം പാടില്ല എന്നല്ലേ? അല്ല, ഇസ്ലാമാണോ തുടങ്ങി വെച്ചത്? അങ്ങനല്ല, എല്ലാ വിഭാഗത്തിലും അന്നുണ്ടായിരുന്നില്ലേ? മുഹമ്മദ് നബിന്റെ കൂടെ സഹാബികളൊക്കെ കുടിച്ചിരുന്നില്ലേ? എല്ലാം ഞാൻ ചോദിക്കുന്നത്, ഈ മദ്യപാനം എന്നുള്ളത് എല്ലാ ഗ്രന്ഥത്തിലും ഇസ്ലാമാണോ പലിശ തുടങ്ങി വെച്ചത്? എല്ലാ കാലത്തും അത് ഇല്ലെന്ന് ഞാൻ ചോദിക്കുന്നത്, അതൊരു തിന്മയാണോ അല്ലേ, അതൊരു മോശം കാര്യമാണോ അല്ലേ, ഇത്ര ചോദ്യമുള്ളൂ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അടിമത്ത ഹലാലല്ലേ? അല്ല, മുഹമ്മദ് നബിയാണ് ഉണ്ടാക്കിയതെങ്കിൽ ഓക്കെ എന്ന് പറയാം. അല്ല, മുഹമ്മദ് നബി ഉണ്ടാക്കിയ തിന്മയല്ല. അത്
മുഹമ്മദ് നബി ഉണ്ടാക്കിയ തിന്മ മാത്രം തീർക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബിനെ പറഞ്ഞേക്കണമെങ്കിൽ മുഹമ്മദ് നബിനെ പറഞ്ഞേക്കാതിരുന്നാ പോരെ? അല്ല, മുഹമ്മദ് നബി ഇതിനെ കുറിച്ചിട്ട് മുഹമ്മദ് നബി എന്താണ് അല്ല, അപ്പൊ മുമ്പുള്ള മുഹമ്മദ് നബി തുടങ്ങി വെച്ച വേദഗ്രന്ഥങ്ങളല്ല. തിന്മകളെ കുറിച്ചേ നമ്മൾ ചോദിക്കാൻ പാടുള്ളെങ്കിൽ, മുഹമ്മദ് നബി തുടങ്ങി വെച്ച തിന്മകളുടെ കാര്യത്തിൽ മാത്രമേ ഇസ്ലാമിനും അള്ളാഹ്ക്ക് ഉത്തരവാദിത്തമില്ലെങ്കിൽ മുഹമ്മദിനോട് പറഞ്ഞേക്കാതിരുന്നാ പോരെ, പ്രശ്നം തീർന്നില്ലേ? അങ്ങനെയല്ല, മുഹമ്മദ് നബിനെ പറഞ്ഞേച്ചെന്നാ മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ സത്യാക്കാനല്ലേ? അല്ലേ? അതൊക്കെ അത് അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ളതല്ലേ? അതല്ല പൂർത്തീകരണല്ലേ? അല്ല, ഈ പൂർത്തീകരണ ഘട്ടത്തിൽ എത്തുമ്പോൾ പോലും അള്ളാഹുവിന് മനസ്സിലായിട്ടില്ല അടിമത്തം മോശം കാര്യമാണ്. ഏഹ് അടിമത്തത്തെ പറ്റിയിട്ടാണ്. അടിമത്തം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടിമത്തം എന്ന് പറയുന്നത് മോശം കാര്യമാണോ അല്ലേ? നിർബന്ധം കാറ്റ അടിമത്തം മോശം ആണോ അല്ലേ? അതാണ് ചോദ്യം. അങ്ങനെല്ലാം ചോദിക്കുന്നത്. ഇസ്ലാമിൽ നിർബന്ധം അടിമത്തം. ഞാൻ ചോദിക്കുന്നത് അതൊക്കെ നമ്മ പറയാം. ഇയാൾക്ക് അടിമത്തം എന്ന് പറയുന്നത് ഒരു മോശം വ്യവസ്ഥിതിയാണോ അല്ലേ? ഒരടിമത്തം നിർബന്ധമാണ് എങ്കിലല്ലേ അത് നമുക്ക് അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യലാ, അത് ഇസ്ലാം നിർബന്ധാക്കിയല്ലോ എന്ന് പറയാൻ പറ്റേ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വിവരക്കേടാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്കൊരു ഉസ്താദല്ലേ? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ ചോദിക്കാം, പലിശ തെറ്റാണോ ശരിയാണോ? പലിശ പാടില്ല. അത് തെറ്റായതുകൊണ്ടാണോ നിരോധിച്ചത്? തെറ്റാണോ അത്? പലിശ പാടില്ല എന്നുള്ളതാണ്. പലിശ തെറ്റാണോ നല്ലതാണോ ചീത്തയാണോ? പലിശ തെറ്റാണോ ചീത്തയാണോ? അടിമത്തം തെറ്റാണോ നല്ലതാണോ? അടിമത്തം ഇപ്പോൾ നിർബന്ധാണോ എന്നുള്ളത്. പലിശ പലിശ നിർബന്ധമായതുകൊണ്ടാണ്. അങ്ങനെയല്ല, പിന്നെ പലിശ നിർബന്ധാക്കാതിരുന്നാ പോരായിരുന്നല്ലേ? ഞാൻ ചോദിക്കുന്നത് ഒരു ഇസ്ലാമികമായ പലിശ തെറ്റാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? പലിശ തെറ്റാണ്, ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, കടുത്ത തെറ്റാണ്. അടിമത്തം ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ അത് ഹലാലാണെന്നുള്ള. അടിമത്തം ഞാൻ ഇസ്ലാമിൽ എന്താണെന്നല്ല ചോദിക്കുന്ന പൊന്നാര സുഹൃത്തെ. അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതി നല്ലതാണോ ചീത്തയാണോ? അതാണ് ചോദ്യം. അടിമത്ത വ്യവസ്ഥിതി നിർബന്ധാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇസ്ലാമിന്റെ കാര്യമേ അല്ല ചോദിക്കുന്നത്. അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി മനുഷ്യർക്കിടയിൽ അത് നല്ലതാണോ ചീത്ത? ഞാൻ ഇസ്ലാമിനെ കുറിച്ചല്ല ചോദിക്കണം, ഹുക്കുമ് ചോദിക്കല്ല നിങ്ങളോട്. ഹുക്കുമല്ല ചോദിക്കണേ. അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി നല്ലതാണോ ചീത്തയാണോ? ഞാൻ ചോദിക്കുന്നത് ഈ അടിമത്ത വ്യവസ്ഥ ഇപ്പൊ ഇല്ലല്ലോ. പിന്നെ ഞാൻ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറയാൻ വയ്യാത്ത? ഇതാണ് നിങ്ങളെ ഗതികേട്. ഇതാണ് നിങ്ങൾ എന്നോട് നിങ്ങളിപ്പോ ഈ പറയണ പോലത്തെ വർത്തമാനം പറയാനാണ് ഞാൻ പഠിക്കേണ്ടത് അല്ലേ? എങ്ങനെ പഠിക്കേണ്ടത്? ഒരു എല്ലാ മനുഷ്യർക്കും, ലോകത്ത് സകല മനുഷ്യർക്കും, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് ഞാൻ പറയാം, പച്ചക്ക് പറഞ്ഞുതരാം. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വൃത്തികേടിനെ ന്യായീകരിക്കണം എന്ന് നേർച്ച ചെയ്തിട്ടുള്ള വിശ്വാസികൾക്കല്ലാത്ത ലോകത്ത് ഒരാൾക്കും സംശയമില്ല അടിമത്തം, സ്ലേവറി എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണ്. ഇത്രയും ആളുകൾ ഈ വ്യവസ്ഥ വെച്ചതല്ല. എങ്ങനെ ഇപ്പൊ ക്രിസ്തു മതത്തിൽ ഉണ്ട്. മനുഷ്യന്റെ ചരിത്രത്തിൽ പുരാതന കാലത്തുണ്ടായിരുന്ന ഒരു തിന്മയാണത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് 2024 നിങ്ങളോട് ചോദിക്കുകയാണ്, അടിമത്തം ഒരു തെറ്റായ കാര്യമാണോ ഒരു മോശം കാര്യമാണോ എന്നാണ് ചോദ്യം. അത് നിങ്ങൾക്ക് മറുപടി പറയാനുള്ള ആംബിയർ ഉണ്ടെങ്കിൽ പറയും. ഇസ്ലാമിൽ ഉണ്ടോന്നല്ല ചോദിക്കുന്നത്. അടിമത്തം എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നിങ്ങള് ഒരു ഗോത്രമായിട്ട് ജീവിക്കുകയാണെന്ന് വിചാരിച്ചോ. നിങ്ങളെ വീട്ടുപേരുള്ള ഒരു ഗോത്രം, വേറൊരു വീട്ടുപേരുള്ള ഒരു ഗോത്രം. അതിലത്തെ ഒരു ഗോത്രം വന്നിട്ട് നിങ്ങളെ വീട്ടിലുള്ള ആണുങ്ങളെയൊക്കെ കൊന്ന് നിങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും ഒക്കെ പിടിച്ചോണ്ട് പോയിട്ട് ഈ വന്ന ഗോത്രത്തിന്റെ ആൾക്കാരുടെ ഇടയിൽ വീതം വെച്ച് കൊടുക്കുക. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു വ്യവസ്ഥിതി അനുവദനീയമാണോ അല്ലേ എന്നുള്ളതല്ല ചോദ്യം. ഇങ്ങനെ ഒരു വ്യവസ്ഥിതി നന്മയാകുമോ എന്നാണ് ചോദ്യം. അതായത് ഈ അടിമത്തം വെറുതെ കടന്നു ഉരുളണ്ട. ഞാൻ ചോദിച്ച ഒരു ഉദാഹരണത്തിന് മറുപടി പറയും. നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു ഉദാഹരണമാണല്ലോ. ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യമാണ്. നിങ്ങളുടെ കുടുംബത്തിനെ ഒരാൾ വന്ന് ആക്രമിച്ച് നിങ്ങളെ കൊലപ്പെടുത്തി നിങ്ങളുടെ ഭാര്യനെയും പെൺകുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ടുപോയിട്ട് അക്രമികൾ വീതിച്ചെടുക്കുന്ന ഒരു വ്യവസ്ഥിതി ലോകത്ത് എവിടെയെങ്കിലും നിലവിലുണ്ടെങ്കിൽ അത് നല്ലതാണോ മോശമാണോ? ഞാനൊരു മറുപടി പറയട്ടോ. പറയും. മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയൂല, അതാണ് നിങ്ങളെ പ്രശ്നം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു വലിയ യുദ്ധം സംഭവിച്ചു. കേൾക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിച്ചൊരു ചോദ്യമല്ലേ, അതിനൊരു മറുപടി പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഉദാഹരണം ചോദിച്ചോളി, ഞാൻ അതിന് മറുപടി പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറ. ഇതുപോലും മറുപടി പറയാൻ പറ്റാത്തൊരു ഗതികേട്, ഒരു ചെളിക്കുണ്ടിലേക്കാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് സ്നേഹത്തോടെ. ഞാൻ പറയുന്നത് സുഹൃത്തെ, ഇതൊക്കെ നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാർ കേട്ടാലും മോശമാണ് നിങ്ങളെ കുറിച്ച്. നിങ്ങളെ വീട്ടിലുള്ളവരെ കുറിച്ച്
അതായത് നമ്മളുടെ സ്വന്തം മക്കളെയും സ്ത്രീകളെയും നമ്മളെ കൊലപ്പെടുത്തിയിട്ട് മറ്റൊരു അക്രമി സംഘം പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യവസ്ഥിതി നാട്ടിലുണ്ടെങ്കിൽ അത് നന്മയാണോ തിന്മയാണോ എന്നാണ് ചോദിച്ചത്. ഇസ്ലാമിൽ ഉണ്ടോന്നല്ല ഞാൻ പറയുന്നത്. നന്മയായിട്ടും വരും തിന്മയായിട്ടും വരും. ഒരു കുഴപ്പമില്ല. എന്നപ്പോ ശരി, പിന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. നന്മയായിട്ടും വരും. അതെ അതെ അതെ. നിങ്ങൾ ആരെങ്കിലും ആക്രമിച്ച് നിങ്ങളെ ഭാര്യനെയും കുട്ടികളെയൊക്കെ കുട്ടികളെയൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് അവര് വീതം വെച്ചെടുക്കുന്നത് നന്മയായി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. എനിക്കറിയില്ല. അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ പറയണ്ട. ഇത്രയും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ അധപ്പതിക്കാൻ കാരണം ഈ മതാണ്. നിങ്ങളിപ്പോ ഈ അടിമത്തം ഞാൻ പറഞ്ഞുതരാം. ഈ അടിമത്തം തെറ്റാണ് നിങ്ങൾക്ക് പറയാൻ കഴിയാത്തതിന്റെ ഒറ്റ പ്രശ്നം എന്താ അറിയോ? ഇന്ന് ഏറ്റവും വലിയ ചിന്തകന്മാര് പറഞ്ഞ മറുപടിയാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ഏറ്റവും വലിയ ചിന്തകന്മാർ. ഏത് ചിന്തകൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അടിമത്തം തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് വയ്യല്ലോ, പിന്നെന്താ ചെയ്യാ? അതെന്ന് പറഞ്ഞാല് ഈ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഇവിടെ എല്ലാവരും എന്ത് ചെയ്ത് ഒരു യുദ്ധം നടന്ന് ആ യുദ്ധത്തിൽ എന്താണ് അവർ മറ്റുള്ളവർ ജയിച്ചപ്പോൾ അവർ തീരുമാനം എന്താണ്, എല്ലാവരും കൊന്നുകളയണം എന്നുള്ള തീരുമാനം. അത് ആണെന്നല്ല പെണ്ണെന്നല്ല മുഴുവനും അങ്ങനെ ആണുങ്ങളെ കൊന്നുക. ഈ സ്ഥിതി അനുസരിച്ചിട്ട് എന്താണ് അടിമത്താണ് ഏറ്റവും നല്ലത് കൊല്ലുന്നതിനെ കാട്ടി. അതെന്താ ഏകത്തെ മനസ്സിലാക്കാതെ? കൊല്ലുന്നതിനെ കാട്ടി നല്ല അടിമത്താണ്. പിന്നല്ലാണ്ട് അപ്പൊ അടിമത്തം ഒരു ജീവൻ അപ്പൊ അടിമത്തം നല്ലതാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടല്ലേ? അപ്പൊ അടിമത്തം നല്ലതാണ്. ആ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് അല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകക്രമത്തിൽ എനിക്ക് മനസ്സിലായി നിങ്ങളെ ഗതികേടിന്റെ ഉദാഹരണമാണത്. ഞാൻ ആ ഉദാഹരണം പറഞ്ഞു മനസ്സിലായി. നിങ്ങൾ എന്താണ് പറയണതെന്നും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നും നിങ്ങൾക്ക് ഇതേ പറയാൻ കഴിയൂ എന്നും നിങ്ങൾ ഇതിനേക്കാൾ മോശം ഉദാഹരണങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്ക് ആ മാന്നൊരക്ഷരം വേണ്ടൂല എന്ന് എനിക്കറിയാം. കാരണം എന്താ? നിങ്ങൾ ജീവനേക്കാളും നിങ്ങളെ ഭാര്യനേക്കാളും കുട്ടീനേക്കാളും ഒക്കെ സ്നേഹിക്കുന്ന മുത്തുനബി ഈ വൃത്തികേട് ചെയ്തിട്ടുണ്ട്. ആ വൃത്തികേട് ചെയ്തിട്ടുണ്ടത് കൊണ്ട് അതൊരു വൃത്തികേടാണെന്ന് നീ പറയാൻ പറ്റില്ല. ഇതിന്റെ മറുപടി എന്നാ? അതാണ് ഗതികേട്. അല്ല ഞാൻ ഈ പറഞ്ഞതിന് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അതാ പറഞ്ഞത്. മനുഷ്യന്റെ ചരിത്ര കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരുപാട് തിന്മകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചും മറികടന്നും എങ്ങനെയാണ് അടിമത്തം നിരോധിക്കുന്നതിലേക്ക് ലോകക്രമം എത്തുന്നത്? എപ്പോഴെത്തുന്നത്? ഈ 20-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലാണെന്ന് വിചാരിക്കുക. അതെന്താ കാരണം? വെച്ചാൽ മനുഷ്യന്മാർ അപ്പോഴാണ് ബോധമുള്ളവരാവുന്നത്. എന്നിട്ട് 19-ാം നൂറ്റാണ്ടിൽ ലോകത്ത് അടിമത്തം നിരോധിച്ചു തുടങ്ങിയപ്പോ എന്തൊരു കഷ്ടമാണ് സുഹൃത്തെ ഇത്. വിഷയം അവിടെ ഉണ്ട്. എന്ത് വിഷയം? അത് നിങ്ങൾക്ക് അറിയില്ല. എന്താ പറയാ, എനിക്ക് മാനവിക ബോധമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടക്കൂലെന്ന് കണ്ടപ്പോഴാണ് ഇത് ഈ രൂപരേഖ വന്നത്. മനസ്സിലായില്ല. ചരിത്രം പഠിക്കണം. മനസ്സിലായില്ല എന്താണ്? അതായത് ഇവർ പരസ്പരം എന്താണ് അടിമത്തം നിരോധിക്കണം എന്നല്ല, ഇവരുടേതായ ഇത് എന്തായാലും നടപ്പിലാകൂലെന്ന് കണ്ടോണ്ടാണ്. എന്ത് നടപ്പിലാവൂലെന്ന്? ഇവരുടെ ചരക്കുകൾ നടപ്പിലാവൂലെന്ന് കണ്ടോണ്ടാണ്. എന്ത് ചരക്കുകള്? ഏത് ചരക്കുകള്? ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല. അതായത് ഇവരെ ഇടയിലുള്ള ഇത് എന്ന് പറഞ്ഞാല് മുതലാളിത്തം എന്നുള്ള രൂപമുണ്ട്. രാജാക്കന്മാരുടെ ആ രൂപരേഖ ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും പൊന്നു സഹോദര, എവിടേക്കാണ് ഈ വളിച്ച ന്യായീകരണങ്ങൾ പറയണത്? ഞാൻ ചോദിക്കുന്നത് നിങ്ങളെപ്പോലെ മജ്ജയും മാംസവും ഉള്ള ഒരു ഉമ്മാക്കും ഉപ്പാക്കും ജനിച്ച ഒരു മനുഷ്യൻ, ഒരു സഹജീവിയെ മറ്റൊരു മനുഷ്യന് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനും ആവശ്യത്തിനനുസരിച്ച് ക്രയവിക്രയം നടത്താനും വേതനമില്ലാതെ അവന്റെ സ്വാതന്ത്ര്യം തടഞ്ഞു വെച്ച് അവന്റെ സമ്പത്തിന്റെ കൂടെ എണ്ണാനും, നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ മകൾക്ക് അല്ലെങ്കിൽ മകന് അനന്തര സ്വത്തായിട്ട് കൊടുക്കാനും കൈമാറാനും, നിങ്ങൾ വേറൊരു അടിമ സ്ത്രീ ഉണ്ടെങ്കിൽ ആ അടിമ സ്ത്രീയും ഒരു അടിമ പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ട് അതിലുണ്ടാവുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലെ അടുത്ത തലമുറ അടിമകളായി വളർത്തുന്ന ഒരു വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിനെ നിങ്ങൾ തിന്മയാണ് എന്ന് പറയാൻ കഴിയാതെ അതിനെ ന്യായീകരിക്കേണ്ട ഗതികേടുള്ള മനുഷ്യരോട് എങ്ങനെ സുഹൃത്തെ സംസാരിക്കാം? എന്ത് ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ വേറെ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ ക്രയവിക്രയാധികാരങ്ങളുള്ള ഒരു വസ്തുവായി, ഒരു ചരക്കായി, ഒരു മൃഗത്തിന് സമമായി ഇങ്ങനെ കീഴടക്കി നിർത്തുന്ന വ്യവസ്ഥിതി തെറ്റാണോ അല്ലേന്ന ചോദ്യം. അത് ലോകത്തിന്ന് അത് തെറ്റാണെന്ന് പറയാൻ കഴിയാത്ത ഏക വിഭാഗം മുസ്ലിങ്ങളാണ്. നടപ്പിലാക്കിയത് ഇസ്ലാമാണോ ഞാൻ ചോദിക്കുന്നത്. എന്ത്
ഇത് നടപ്പിലാക്കി ഞാൻ ചോദിച്ചതിന്റെ ചോദ്യം അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയാത്തത്, അത് മനുഷ്യത്വ വിരുദ്ധമായ വ്യവസ്ഥിതിയാണ് എന്ന് പറയാൻ കഴിയാത്തത് ലോകത്തിന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണം മുഹമ്മദ് നബി ഈ വൃത്തികെട്ട വ്യവസ്ഥിതിയുടെ ഗുണഭോക്താവായിരുന്നു എന്നതാണ്. അല്ല ഞാൻ ചോദിക്കുന്നത് മറ്റുള്ള ഇതെല്ലാം തെറ്റാണെന്ന് എല്ലാത്തിലും ഇത് ആര് ചെയ്താലും ഏത് കാലത്ത് ചെയ്താലും തെറ്റാണ്. അല്ല അവര് ശരിയാണെന്ന് പറയുന്നുണ്ടാ? എന്ത് ഈ മറ്റുള്ള വിഭാഗം ആളുകളിൽ നിന്ന് ശരിയാന്ന് പറയുന്നുണ്ടാ? ഇല്ല. ക്രിസ്തു ഇല്ല. ഈ പിന്നെ ഞാൻ ചോദിക്കുന്നത് 24-ാം നൂറ്റാണ്ടത്തെ കാര്യമാണ്, മുഹമ്മദിന്റെ കാലത്തെ കാര്യമല്ല ചോദിച്ചത്. ഞങ്ങളോടാ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കണം, 21-ാം നൂറ്റാണ്ടില് വ്യവസ്ഥ ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് 21-ാം നൂറ്റാണ്ടിൽ 2024 കേരളത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കീഴിൽ നിൽക്കുന്ന ഒരു പൗരനോട് ചോദിക്കാണ്. നിങ്ങൾ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ അയാൾക്ക് തോന്നുമ്പോ വിൽക്കാനും, അയാൾക്ക് തോന്നുമ്പോ പണയം വെക്കാനും, അയാൾക്ക് തോന്നുമ്പോ പണിയെടുപ്പിക്കാനും, അയാളുടെ പൂർണ്ണ സ്വാതന്ത്ര്യ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അടിമയായിട്ട് നിങ്ങൾ ജീവിക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടെങ്കിൽ അത് നല്ല വ്യവസ്ഥിതിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതൊരു മനുഷ്യത്വ വിരുദ്ധമായ വ്യവസ്ഥിതിയാണെങ്കിൽ പറയാൻ കഴിയുമോ എന്ന ചലഞ്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അത് തടയാൻ കഴിയോ? കഴിയും. മനുഷ്യരത് തടഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യരത് നിരോധിച്ചിട്ടുണ്ട്. എല്ലാ ലോകരാജ്യങ്ങളിലും അത് നിയമവിരുദ്ധമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇന്നാണ് സുഹൃത്തെ. ഇന്ന് 2024 നിങ്ങൾ എന്ന് പറയുന്ന അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഈ ഉസ്താദിനെ വേറെ ഒരു വീട്ടിലെ ഒരു മുതലാളിയുടെ കീഴിലുള്ള അടിമയായി നിലനിർത്തുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടെങ്കിൽ അത് നല്ലതാണോ മനുഷ്യത്വ വിരുദ്ധമാണോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ആത്മാഭിമാനം വേണം സുഹൃത്തെ, ആത്മാഭിമാനം വേണം. മനസ്സിലായോ? സ്വന്തത്തെ പറഞ്ഞാൽ ആത്മാഭിമാന ബോധമല്ല, വീട്ടിലുള്ളവരെ അടിമകളാക്കുന്ന ഒരു സങ്കല്പം പറഞ്ഞാൽ അതിലൊരു കുഴപ്പമില്ല. ഇപ്പൊ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ഇപ്പൊ ഇല്ലാത്തത് നിങ്ങളെ മിടുക്കൊണ്ടല്ല, അത് മനുഷ്യര് നിരോധിച്ചതാണ്. ഇപ്പൊ ഇല്ലാത്തത് എന്തുകൊണ്ടാ ലോകത്ത് ഇപ്പൊ അത് ഇല്ലാത്തത്? എന്തുകൊണ്ടാ? അത് മാനവിക ബോധം ഉണ്ടായി വന്നപ്പോ മനുഷ്യരെല്ലാവരും തുല്യരാണെന്നും തുല്യ അന്തസ്സുള്ളവരാണെന്നും തുല്യ അവകാശമുള്ളവരാണ് എന്നുള്ള ആഗോളതലത്തിലുള്ള മാനവിക ബോധത്തിന്റെ ഭാഗമായിട്ട് ഇല്ലാതായതാണ്. ഈ രാജകീയമായ എന്ത് രാജകീയം? അതാണ് വന്നത് ഈ സംഭവങ്ങളെല്ലാം. ഇപ്പൊ അടിമത്തം നിരോധിച്ചത് വലിയ തെറ്റായി പോയിനാ അതോ ഗതികെട്ട് നിരോധിച്ചതാന്നാ? ആര് നിരോധിച്ചതാ ഇത്? അറിയില്ല അല്ലേ? അതും അറിയില്ല. ഏതാ നൂറ്റാണ്ടിലാണ് നിരോധിക്കുന്നത്? ഏത് നൂറ്റാണ്ടിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന കാലത്തുണ്ടോ? അതന്നെ. പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്. നിരോധിക്കുന്നത് ഇത് മനുഷ്യത്വ വിരുദ്ധായതുകൊണ്ടല്ലേ? 2024 റിയാക്കത്തിനോട് ചോദിക്കുന്നത് ഈ 2024 ഈ ഗതികേടിലേക്കാണ് നിങ്ങൾ ഇന്നെ പിന്നെ 2024 ഇപ്പൊ അടിമ സമ്പ്രദായം ഉണ്ടോന്നാ ചോദിക്കുന്നത്? ഇല്ല. പിന്നെന്താ ആ ചോദ്യത്തിന് പ്രസക്തി? ഞാൻ ചോദിക്കുന്നത് മുഹമ്മദ് നബി അത് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്നാ, അതിന്റെ ഭാഗമായിട്ടുണ്ടോന്നാ. നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് അടിമ സമ്പ്രദായം എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും നീചമായിട്ടുള്ളൊരു നിങ്ങൾ ഒച്ചടല്ലേ ഞാൻ ഒരൊറ്റ പോയിന്റ് നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ആർജവുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞാൻ നിങ്ങളോട് പറയാണ്, ഈ അടിമത്തം എന്ന് പറയുന്നത് ലോകത്ത് മനുഷ്യർ മനസ്സിലാക്കുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയിലെ ഏറ്റവും നീചമായ, നികൃഷ്ടമായ, മനുഷ്യത്വഹീനമായ ഒരു വ്യവസ്ഥിതിയായിരുന്നു, ഒരു തിന്മയായിരുന്നു. അത് മനുഷ്യർ കാലക്രമേണ ഒരുപാട് കാലത്തെ തീവ്രമായ പ്രയത്നത്തിനൊടുവിൽ ഇസ്ലാം പോലെയുള്ള പല മതങ്ങളുടെയും കഠിനമായ എതിർപ്പിനെ മറികടന്ന് ലോകത്ത് അടിമത്തം ഇല്ലാതാക്കുന്ന ഒരു അടിമത്ത വ്യവസ്ഥിതി ഇല്ലാതാക്കി, അടിമത്ത വ്യവസ്ഥിതി നിർമ്മാർജ്ജനം ചെയ്തു. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അടിമത്ത വ്യവസ്ഥിതി മനുഷ്യരാശിയുടെ ചരിത്രത്തിലുണ്ടായ ഒരു മോശം വ്യവസ്ഥിതിയാണെന്ന് പറയാൻ കഴിയുമോ? ഇത് തിരുത്ത്. ഏത് മതം ഉള്ളവനും മതം ഇല്ലാത്തവനും അടിപൊളി. ഇതാണ് നിങ്ങളോട് ഇനി ഒന്നും പറയണില്ല. എന്താ അറിയോ? ഈ അടിമത്തത്തെ ന്യായീകരിക്കേണ്ട ഗതികേടിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകാൻ ബാധ്യതപ്പെട്ടവരാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ മുത്ത് നബി ഹിദായത്തിന്, തൗഹീദിന് പകരം അടിമപ്പെൺകുട്ടീനെ സമ്മാനം വാങ്ങിയ നേതാവാണ്. ചൈനയിലുണ്ടായിട്ടില്ലേ? എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാം മോശമാണ്. എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അപ്പുറത്തുണ്ടായിരുന്നു ഇപ്പുറത്തുണ്ടായിരുന്നു എന്നല്ല ചോദിക്കേണ്ടത്. ചൈന എന്ത്
ചൈനയിൽ ഏയ് ഇത്രയും പരിഹാസ്യനാവരുത് ട്ടോ നിങ്ങള്. ചൈനയിൽ മതമുള്ള അല്ല നിങ്ങൾ ഇത്ര പരിഹാസ്യനാവരുത്. നിങ്ങളെ കുട്ടികൾ ഇത് കേൾക്കരുത്. ഞാൻ ചോദിക്കുന്നത് ചൈനയിൽ മതമുള്ളതാ? നിങ്ങൾ ഞാൻ പറയണത് മതമുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ച സുഹൃത്തെ. അടിമത്തം എന്നൊരു വ്യവസ്ഥിതിനെ കുറിച്ചാണ്. ഞാൻ ഇത് ഇസ്ലാം ഉണ്ടാക്കിയതാന്ന് ഞങ്ങളോട് പറഞ്ഞോ? ഞാൻ ഇസ്ലാമിന്റെ കഠിനമായ പിന്നെ വെറുപ്പോട് കൂടിയിട്ടാണ് നിങ്ങൾ പാസ്സാക്കി. ഇസ്ലാമിനെ വെറുത്തതുകൊണ്ടാണോ ഞാൻ അടിമത്തം തെറ്റാണെന്ന് പറയണത്? പറഞ്ഞേ ഇസ്ലാമിന്റെ വെറുപ്പോട് കൂടിയിട്ടാണ് അടിമത്തം നിരോധിച്ചെന്ന് അങ്ങ് പറഞ്ഞ ആണോ ഞാൻ പറഞ്ഞേ? ആണോ? വെറുപ്പല്ല, എതിർപ്പുണ്ടായിരുന്നു എന്നാ പറഞ്ഞ. ഇന്ത്യയിലും ഉണ്ടായിരുന്നു എതിർപ്പ്. നിങ്ങൾ ചരിത്രം പഠിക്ക്. മുസ്ലിങ്ങളുടെ എതിർപ്പുണ്ടായിരുന്നു. സൗദി അറേബ്യയില് 19ാം നൂറ്റാണ്ടിന്റെ പിന്നെ 19ാം നൂറ്റാണ്ടിൽ നിരോധിച്ച അടിമത്തം സൗദി അറേബ്യയിൽ നിരോധിക്കുന്ന ഏത് കൊല്ലത്താ നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മതമുള്ളവനും മതം ഇല്ലാത്ത ഇത് ഏത് നൂറ്റാണ്ടിലാണ് നിരോധിച്ചത്? അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. സൗദി അറേബ്യയിൽ എന്നാ നിരോധിച്ച അറിയോ? ഞാൻ ചോദിക്കട്ടെ, മതം എപ്പോഴായിരുന്നു തിരിച്ച് നിരോധനം വന്നത്? എപ്പോഴാണ്? 19ാം നൂറ്റാണ്ടില് അല്ലേ? 19ാം നൂറ്റാണ്ട് 1833 മുതലുണ്ട്. 19ാം നൂറ്റാണ്ടിലാണ് ഈ അടിമത്ത പിന്നെ ഇത് അങ്ങ് നിരോധിച്ചത്. ഞാൻ 21ാം നൂറ്റാണ്ടിൽ നിങ്ങളോട് ചോദിക്കാണ്. ഒരു മിനിറ്റ് വെറുതെ ചിരിച്ചിട്ട് കാര്യമില്ല. 21ാം നൂറ്റാണ്ടിൽ ഞാൻ ചോദിക്കാണ് നിങ്ങളോട്, അടിമത്തം മോശം കാര്യമാണോ? ഈ 21 ഞാൻ പറഞ്ഞില്ല, ഈ 21ാം നൂറ്റാണ്ടിൽ, അതായത് നിങ്ങൾ ഒരു ജന്മ ഇനി ജനിച്ചാലും നിങ്ങൾക്ക് ഇതിന് മറുപടി പറയാൻ പറ്റുമോ? 2014 ഈ അടിമത്തം ഞാൻ ചോദിച്ചത് അടുത്തൊരു കാലത്ത് ഞാൻ പറഞ്ഞ ഇതൊന്നും അല്ലല്ലോ. നിങ്ങൾക്കൊരു കാര്യത്തിന് മറുപടി പറയാൻ കഴിയില്ല സുഹൃത്തെ. നിങ്ങൾ എനിക്ക് ക്ലാസ് എടുക്കാൻ വരിക? ഒരു മിനിറ്റ്. 2027 ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥ വന്നാൽ അതും മോശമാണ്. വരൂല. നിങ്ങൾ ഒരു ബേജാറ് വേണ്ട. നീ ഇസ്ലാം എങ്ങാനും ലോകം കീഴടക്കെങ്കിലുള്ളൂ, അല്ലാതെ വരൂല. ഇപ്പൊ ഇസ്ലാമിന്റെ മുമ്പുണ്ടായിട്ടില്ല. എങ്ങനെ? ഇസ്ലാമാണോ ഇത് അടിമത്തം കൊണ്ടുവന്നത്? ഇന്ന് അടിമത്തത്തെ ശരിയാണെന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് ഇസ്ലാം അടിമത്തം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നും അടിമത്തം ന്യായീകരിക്കുന്ന ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം മാത്രമാണ് അടിമത്തം ശരിയാണെന്ന് പറയുന്ന മുസ്ലിങ്ങൾ മാത്രമാണ്. അടിമത്തത്തിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. അടിമത്തം തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അത് തെറ്റായിരുന്നു എന്നും അത് മനുഷ്യത്വ വിരുദ്ധമായ ഒരു നിയമമായിരുന്നു എന്നും പറയാൻ കഴിയാത്ത ഗതികേടിൽ നിൽക്കുന്നത് നിങ്ങൾ മാത്രമാണ്. കാലത്തിനനുസരിച്ചിട്ട് വരുന്ന വിഷയങ്ങൾ, ഒരു കാലത്തിനനുസരിച്ച് വരുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലെ മറുപടി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയുള്ളൂ. അപ്പൊ 21ാം നൂറ്റാണ്ടിലെ അടിമത്തം തെറ്റാണോ അല്ലേ? 21ാം നൂറ്റാണ്ടിൽ ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം അടിമത്തത്തിന്റെ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ല. അടിമത്തം തെറ്റാണോ അല്ലേ? അടിമയില്ല. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ചോദിക്കുന്നത് ഈ ഞാൻ റിയാക്കത്തിനോട് ചോദിക്കുന്നത് ഈ അടിമത്തത്തിന്റെ വിഷയം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അടിമത്തം 2014 അടിമത്തം ഇല്ല. ഞാൻ ചോദിക്കുന്നത് അടിമത്തം 2021 തെറ്റാണോ അല്ലേ? 2021 അടിമത്തം ഉണ്ടായിനാ? 2024 തെറ്റാണോ അല്ലേ? 2024 അടിമത്തം ഇല്ലല്ലോ. പിന്നെ ഇതിനാ വിഷയം 960 അടിമത്തം തെറ്റാണോ അല്ലേ? 1960 അടിമത്തം തെറ്റാണോ അല്ലേ? 1960 എന്ന് പറയുമ്പോ പിന്നെ ഇത് ഏത് നൂറ്റാണ്ട് വരുന്നത്? അപകടം മനസ്സിലായില്ലേ? 1960 അടിമത്തം തെറ്റാണോ അല്ലേ? നിങ്ങൾ ചിരിക്കണ്ട. നിങ്ങൾ വേറെടുത്ത് പോയി ചിരിക്കുക. 1960 അടിമത്തം തെറ്റാണോ അല്ലേ? നിങ്ങൾ എന്താ ചോദിക്കുക? നിങ്ങൾ എന്തായാലും മറുപടി പറയാത്ത? 2021 അടിമത്തം ഇല്ലല്ലോ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. 1960 അടിമത്തം ഉണ്ടോ? 1960 വിഷയം എന്ന് പറയാൻ 1960 അടിമത്തം തെറ്റാണോന്ന് നിങ്ങൾ അതേ ചോദ്യം എന്നോടൊന്ന് ചോദിക്ക്. നിങ്ങളെ ആള് മാറി കേട്ടോ. ആള് മാറിപ്പോയി. നിങ്ങൾക്ക് വിളിച്ച ആള് മാറിപ്പോയി. എന്ത് 2021 അടിമത്തം ഉണ്ടോ ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? അല്ല 2021 അടിമത്തം തെറ്റാണോന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? 2021 അടിമത്തം ഇല്ലല്ലോ. 1833 മനുഷ്യത്വ വിരുദ്ധമായി പ്രഖ്യാപിച്ച് നിരോധിച്ച അടിമത്തം 2021 തെറ്റാണോന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറയാ അന്നില്ലല്ലോ. 2024 തെറ്റാണോന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ പറയും അന്ന് അടിമത്തം ഇല്ലല്ലോ.
ഞാൻ നിങ്ങളോട് ചോദിക്കണ 1983 നിരോധിച്ച അടിമത്തം 1960 തെറ്റാണോ അല്ലേ? 60 തെറ്റാണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ സമ്പ്രദായത്തിന്, അതാ ഞാൻ വിഷയം പറയുന്നത്. അതെന്താ നിങ്ങളോട് പറയാത്ത? അന്ന് അടിമത്തം ഉണ്ടോ? അടിമത്തം ഉണ്ടോ അന്ന്? ഒരു മിനിറ്റ് ഒരാൾ. ഹലോ, ആ ഈ അന്ന് ഇസ്ലാം അടിമത്തം സ്വീകരിച്ചെന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ച ചോദ്യം സിമ്പിൾ ആണ് ഉസ്താദെ. അടിമത്തം തെറ്റാണോ? അടിമത്ത വ്യവസ്ഥിതി മോശമാണോ അല്ലേ? നിങ്ങൾ ആള് മാറി കളിച്ചിട്ട് കാര്യമില്ലല്ലോ. അടിമത്ത വ്യവസ്ഥിതി മോശമാണോ അല്ലേ? മോശമാണ്. മോശമാണോ? ഒരു കാലത്ത് ഇസ്ലാമിന് അടിമത്ത വ്യവസ്ഥിതി മോശമാണോ അല്ലേ? മോശമാണ്. അത്രേ ഉള്ളൂ. അൽഹംദുലില്ലാ. അത് മോശാണെന്ന് മാഷാ അല്ലാഹ്. ഇതില്ലേ നിങ്ങൾ പറഞ്ഞോളി. എന്നെ ഹദീസുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് ഇതാക്കാൻ വേണ്ടിട്ട്, അടിമത്തം ഇത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് ഹദീസുകളിൽ പറയുന്നുണ്ട്. ആ സമയത്ത് അടിമത്തം ഇസ്ലാമിക ഹുക്കം അനുസരിച്ച് ഹറാമാണോ ഹലാലാണോ? ആൾക്കാർക്ക് ഞാന് അന്ന് പറഞ്ഞിട്ടില്ലേ, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിന്റെ തുടക്കത്തില് ഹുക്കം ഇസ്ലാമിൽ ഞാൻ പറയണത് 2024 നമ്മൾ സംസാരിക്കുമ്പോ ഇസ്ലാമിക ഫിഖ്ഹ് അനുസരിച്ചിട്ട്, ഹുക്കം അനുസരിച്ചിട്ട് ഇസ്ലാമിൽ അടിമത്തം എന്ന് പറയുന്ന, സ്ലേവറി എന്ന് പറയുന്ന വ്യവസ്ഥിതിയുടെ ഹുക്കം എന്താണ്? വിധി, മതവിധി ഹലാലാണോ ഹറാമാണോ? നിങ്ങൾ ഇങ്ങനെ ആള് മാറി കളിക്കല്ലേ. ഹലാലാണോ ഹറാമാണോ? അടിമത്തം ഹലാലാണോ ഹറാമാണോ? ഇസ്ലാമിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മതത്തിന്റെ നിയമ അടിസ്ഥാനത്തിൽ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. അങ്ങനെയൊന്നുമല്ല. ഒരു നന്മയും തിന്മയും സാഹചര്യത്തിനനുസരിച്ചിട്ടാണെങ്കിൽ അള്ളയും പഠിച്ചവനും പ്രവാചകനും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല പറഞ്ഞത്. നന്മ തിന്മകൾ അടിസ്ഥാന കാലാകാലത്തിൽ പിന്നെ മാറി വരുമോ? എന്തൊക്കെ നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്തു പോകണം മൂർത്തതാണ് കഥയാണ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന ഒരു യുക്തിവാദിക്ക് അടിമത്തം ഹലാലാണോ ഹറാമാണോ? ചോദ്യം സിമ്പിൾ ആണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ലാത്തൊരു ഉത്തരം മറ്റേ ഉസ്താദ് പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ ഉസ്താദിന്റെ മൈക്കം അടിച്ച് ഫോൺ മേടിച്ച് ആള് പറഞ്ഞു അടിമത്തം തെറ്റാണ്, ഒരു സംശയമല്ല. അയാൾ തെറ്റാന്ന് പറ്റുന്നില്ല. അത് പറഞ്ഞു അടിമത്തം മോശം തന്നെയാണ്, അടിമത്തം മോശം കാര്യമാണ്. അത് നിങ്ങൾക്ക് പറയാൻ കഴിയണില്ല. കാരണം നിങ്ങൾക്ക് ആ കുട്ടീനെക്കാളും ഇസ്ലാം അറിയാം, അതുകൊണ്ടാണ്. കാരണം പറഞ്ഞ നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഇന്ന ഈ ചെളിക്കുണ്ട് നിങ്ങൾ ഇന്നെ വിളിക്കണേ ഈ 21-ാം നൂറ്റാണ്ടിൽ അടിമത്തത്തിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാനല്ലേ നിങ്ങൾ ഇന്നെ വിളിക്കണേ? ഞാൻ ചോദിക്കുന്ന ഈ ഈ മതം ഇല്ലാത്ത വിഭാഗം ആൾക്കാരെല്ലാം ഇങ്ങനത്തെ ഇത്രയും മോശക്കാരാണ് അടിമന്റെ വെച്ചിട്ട്. എങ്ങനെ ഈ സുഹൃത്തെ, മതമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇത്രയും നിങ്ങളെ പോലെ ഞാൻ ചോദിക്കുന്നത് ഇത്രയും യുക്തിവാദികളായ ആളുകള് മറ്റേ കുട്ടിയാ പഠിക്കുന്ന കുട്ടിയാ? ആര്? നിങ്ങളെ മുത്താലിമ ആര് കൂടെ ഉണ്ടായിരുന്നത്? മുത്താലിമ ഓൻ തുടക്കക്കാരനാണ്. മുത്താലിമാണ്. നിങ്ങൾ മുദരിസാ? നിങ്ങൾ മുദരിസാ? അല്ല, അതൊന്നും നോക്കണ്ട. മുദരിസൊന്നും നോക്കണ്ട. അല്ല, ഒരു മുദരിസിന്റെ കോലാണെങ്കിൽ ആ മുത്താലിമിങ്ങളുടെ അവസ്ഥ ആലോചിച്ചൊക്കെയാണ് ഞാൻ. എന്തേ? അല്ല, ഒരു മുദരിസാണ് നിങ്ങളെങ്കിലേ ആ മുത്താലിമികളെ കോലൊന്ന് ആലോചിച്ച് നോക്കിയതാണ് അറിയാം. കാരണം ഞാൻ പറഞ്ഞ ഒരു യുക്തിവാദി പോലും ഇങ്ങനെ അടിമ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അവസ്ഥ എന്താ സുഹൃത്തെ? ആ ലിയാഖത്ത് ഇപ്പൊ ആ ലിയാഖത്ത് അവന്റെ പിൻഗാമികളായിട്ടല്ലേ വരുന്നത്. അല്ല, പിന്നെന്ത്? ആരുടെയും പിൻഗാമിയല്ല. നിങ്ങളെ ഞാൻ മുഹമ്മദ് നബിന്റെ പിൻഗാമിയായിട്ടൊന്നും അല്ല കാണുന്നത്. അങ്ങനെ വരിക? എങ്ങനെ നിങ്ങൾ മുഹമ്മദ് പിൻഗാമിയാവുക? അല്ല, ഞാൻ ഓരോ മനുഷ്യനും അവരവരുടെ ബോധ്യത്തിൽ അവരവരുടെ അറിവിൽ അതത് കാലത്ത് ജീവിക്കുന്നതാണ് സുഹൃത്തെ. നിങ്ങൾ ഈ ചിന്താഗതിയുടെ പ്രശ്നമാണ്. നിങ്ങൾ വിഷയം നേരത്തെ ബദർന്ന് ഉരുട്ടിക്കൊണ്ടുപോയ പോലെ ഇവിടുന്ന് കൊണ്ടുപോകല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അടിമത്തം തെറ്റാണ് തോന്നാത്തത്? അടിമത്തത്തിലുള്ള നന്മകൾ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞേ. ഞാൻ ചോദിക്കുന്ന ലിയാഖത്ത്, നമ്മൾ പറഞ്ഞ ഒരു കാലത്ത് ഈ വ്യവസ്ഥ വന്നു, എന്നാൽ ലിയാഖത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു വ്യവസ്ഥ വീണ്ടും തിരിച്ചു വരികയാണ്. നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയായിട്ടല്ല ജീവിക്കുന്നത്, സമൂഹമായിട്ടാണ്. സമൂഹമായിട്ടാണ്. അപ്പൊ സമൂഹത്തിന്റെ സമൂഹം ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനം എടുക്കുക. ജീവിക്കാൻ കഴിയുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. അതെ. മുഹമ്മദ് നബി എന്തിനാ വന്നത്? മുഹമ്മദ് നബി എന്തിനാ വന്നത്? മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഒരു അടിമന്റെ വിഷയത്തിൽ മാത്രം പറയാൻ വേണ്ടി വന്നതാ. ഞാനല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ? അല്ലേ? ഞങ്ങളോട് ചോദിക്കട്ടെ.
ഈ സ്വയംഭോഗം ചെയ്യുന്നതിന്റെ ഇസ്ലാമിക വിദ്യ എന്താ? എന്ത്? സ്വയംഭോഗം, മാസ്റ്റർബേഷൻ. ഒരു മിനിറ്റ് ഞാൻ പുറത്തേക്ക് പോവാം. പറയണ്ട. ഒരു മിനിറ്റ്. ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഇസ്ലാമിക വിദ്യ എന്താ? എന്ത്? നിങ്ങള് മൂക്ക് കീപ്പിട്ടുള്ള എല്ലാ സാധനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഇസ്ലാമിൽ ഹുക്കുമുണ്ട്. നിങ്ങൾക്ക് എന്താ ഇതിന്റെ ഹുക്കും പറയാൻ പേടി? ഏതിന്റെ ഹുക്കുമ്? പിന്നെ പിന്നെ സ്വയംഭോഗം ചെയ്യണതിന്റെ ഹുക്കും എന്താ? ചെയ്യാൻ പാടില്ല, തെറ്റാണെന്നുള്ളത് ഹറാമല്ലേ? അറിയാത്തത്. ഹറാമല്ലേ? അതിന് തെറ്റാന്നുള്ളത് ആയിരിക്കും അറിയാത്തത്. പലിശ ഹറാമല്ലേ? ആ കള്ളു കുടിക്കല ഹറാമല്ലേ? അതെ. വ്യഭിചാര ഹറാമല്ലേ? അതെ. എന്തുകൊണ്ട് അടിമത്ത ഹറാമാണോ? ഞാൻ ചോദിക്കുന്നത് അടിമത്ത ഹലാലല്ലേ? നേരത്തെ ചോദിച്ചു. അടിമത്തം ഹലാലല്ലേ? എന്തെങ്ങനെ ഞാൻ ചോദിക്കുന്നത് അടിമത്ത ഹലാലല്ലേ? ഇവിടെ അവിടെ സിനിമ ഹറാമല്ലേ? അല്ല ഞാൻ പറയുന്നത് സിനിമ ഹറാമല്ലേ? നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞ നിങ്ങള് കുട്ടികൾക്ക് മുത്താലിം അയക്കും. പക്ഷെ നിങ്ങൾ ഇന്റെ അടുത്ത് ഈ കാര്യം പറയും. നിങ്ങൾ എനിക്ക് പറഞ്ഞുതരും. സിനിമ ഹറാമാണോ അല്ലേ? ഞാൻ പറയുന്ന ഒരു മിനിറ്റ്. നിങ്ങൾ വിഷയത്തിൽ തൊടുന്നില്ല, നിങ്ങൾ ഓടുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പിടിച്ചു നിർത്തുകയാണ്. ഞാൻ ചോദിക്കണം, സിനിമ ഹറാമാണോ ഹലാലാണോ? ഓടുന്നുണ്ട്. സിനിമ ഹറാമാണോ ഹലാലാണോ? ഇന്ത്യന്റെ സിനിമ ഹറാമാണോ ഇന്ത്യന്റെ ഭരണഘടനയ്ക്ക് ഞാൻ വരാം. സിനിമ ഹറാമാണോ ഹലാലാണോ? അത് നമുക്ക് അത് റിയാക്കത്തിനൊക്കെ അറിയാലോ. പിന്നെ അത് പറയേണ്ട നിങ്ങൾ പറയേ അല്ല. അത് ഇസ്ലാമിന്റെ വിധി പറയും. മുസ്താദ്മാരല്ലേ ഇസ്ലാമിന്റെ ഹുക്കും പറയണ്ട, ഞാനല്ലല്ലോ. അത് റിയാക്കത്തിനൊക്കെ അറിയാം. അത് പിന്നെ നമുക്ക് പറയണ്ട. സിനിമ ഹറാമാണ് നിങ്ങൾക്ക് അറിയാം, മ്യൂസിക് ഹറാമാണ് നിങ്ങൾക്ക് അറിയാം, നാടക ഹറാമാണ് നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ ഒരു മടിയില്ല. ആൾക്കാർ ചിത്രം വരക്കൽ ഹറാമാണ് അല്ലേ? അല്ല ഞാൻ ചോദിക്കുന്ന സ്വയംഭോഗം ഹറാമാണ്. ഞങ്ങൾ ചോദിക്കാം, അടിമ ഭോഗം ഹലാലാണോ? ഒരു സ്ത്രീയുടെ ഒരു അടിമ സ്ത്രീയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ആ ഭാര്യനെ ഉടമ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നത് ഹറാമാണോ ഹലാലാണോ? ഒരു അടിമ സ്ത്രീയുടെ ഭർത്താവ് ജീവനോടെ ഉണ്ടെങ്കിലും ആ അടിമ സ്ത്രീയെ ഉടമസ്ഥൻ ശാരീരിക ബന്ധം പുലർത്തുന്നത് ഹറാമാണോ ഹലാലാണോ? അല്ല ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇന്ത്യൻ വ്യവസ്ഥ അനുസരിച്ച് ഞാനൊരു ഉത്തരം പറയാൻ നിങ്ങൾക്ക് വയ്യല്ലോ ഈ രണ്ട് ചോദ്യത്തിന് മാത്രം. അല്ല ഞാൻ നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരമല്ല എന്ന് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞു. അല്ല എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണോ? ഇപ്പോ ഞാൻ ചോദ്യത്തിന് മറുപടി പറയും. നിങ്ങള് ഇന്ത്യൻ വ്യവസ്ഥ അനുസരിച്ച് ഇവിടെ അടിമത്തം ഉണ്ട് എന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. എന്നിട്ട് സങ്കല്പിക്കാൻ വേണ്ടി 1843 ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞൊക്കെ ഇപ്പൊ ഇന്ത്യൻ വ്യവസ്ഥ അനുസരിച്ച് ഇങ്ങനെ എന്താണ് ഇവിടെ അടിമത്തം ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ ഇവിടത്തെ എന്ത് ചെയ്യുന്നത് അത് പിന്നെന്താണ് അതിനെ ഇവിടെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് എതിർക്കാൻ പറ്റുമോ? എങ്ങനെ ഇന്ത്യൻ വ്യവസ്ഥ എതിർക്കാൻ പറ്റും? അടിമത്തം തെറ്റാണെന്ന് നിലപാട് പറയാൻ പറ്റും. അല്ല ലോകത്ത് എല്ലായിടത്തും അടിമത്തം ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ലോകത്ത് അടിമത്തം തെറ്റാണ് എന്നൊരു ബോധ്യത്തിലേക്ക് മനുഷ്യർ എത്തുന്നതും അടിമത്തം ഇല്ലാതാക്കാൻ വേണ്ടി മനുഷ്യർ പ്രവർത്തിച്ചതും അതിന്റെ ഭാഗമായിട്ട് 1833 തന്നെ അടിമത്തം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കുന്നതും ബ്രിട്ടനിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ നിയമം വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 1843 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഇന്ത്യയിൽ അടിമത്തം നിരോധിച്ചു. ഫ്രഞ്ച് ഭാഗമായിരുന്ന 1848 നിരോധിച്ചു. പോർച്ചുഗീസിൽ നിരോധിച്ചു. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് 1900 ചാരായം, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, കേരളത്തിൽ ചാരായം ഉണ്ടാക്കല് അതേ സമയത്ത് കേരളത്തിന്റെ പുറത്ത് ചാരായം ഉണ്ടാക്കല്, ഇതിന് രണ്ടിന്റെ വിധി എന്നാ? രണ്ടും രണ്ട് വിധിയായിരിക്കും. അതെങ്ങനെ രണ്ട് വിധിയായി? ചാരായം ഉണ്ടാക്കുന്നതിന്റെയും കുടിക്കുന്നതിനോടുമാണോ നിങ്ങൾ സ്ലേവറിനെ താരതമ്യം ചെയ്യുന്നത്? ഞാൻ ചോദിക്കാം നിങ്ങളോട്, ഒരാൾ ചാരായം ഉണ്ടാക്കുകയോ മദ്യം ഉണ്ടാക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നതിനോടാണോ നിങ്ങൾ മനുഷ്യൻ അടിമയാക്കി വെക്കുന്ന വ്യവസ്ഥയെ? ഞാൻ ഒരു നിയമം ചോദിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഹുക്കും എന്താ ഈ കാര്യത്തിൽ പറയാൻ ഇത്ര മടി? പ്രശ്നം എന്താ അറിയോ? നിങ്ങളെ പ്രശ്നം എന്താ വെച്ചാൽ അടിമത്തം ഹലാലാണെന്ന് പറയാൻ വയ്യ. കാരണം നിങ്ങൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇത് കുട്ടികൾ നാട്ടുകാർ കേൾക്കും. അടിമത്തം ഹറാമാണെന്ന് പറയാൻ നിങ്ങൾക്ക് വയ്യ. കാരണം എന്താ? അത് മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ ഫോൺ കൊടുത്ത കുട്ടി പറഞ്ഞു അടിമത്തം തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. തെറ്റായ ഒരു കാര്യം
അനുവദിച്ചു കൊടുത്തൊരു മതമാണ് ഇസ്ലാം. ആ കുട്ടിയുടെ വാദം അനുസരിച്ച്, മൗലവി കുട്ടിയാണെന്നുള്ള സങ്കല്പത്തിൽ ഞാൻ പറയാണ്, ആ കുട്ടിയുടെ വിശ്വാസം അനുസരിച്ച് അടിമത്തം തെറ്റാണ്. ആ ബോധ്യം, ആ കുട്ടിക്ക് ഇപ്പൊ അടിമത്തം തെറ്റാണെന്നാണ് ബോധ്യം. നിങ്ങൾ മുദരിസ് ആണെങ്കിൽ ആ കുട്ടീനെ പറഞ്ഞ് അടിമത്തത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് തിരിക്കണം കേട്ടോ. അല്ല ഞാൻ ചോദിക്കുന്നേ, അല്ല അതാണല്ലോ നിങ്ങളെ മതപഠനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. അല്ല നിങ്ങള് ലിയാഖത്ത് പറയുന്ന ഈ രണ്ട് നാട്ടിൽ രണ്ട് വ്യവസ്ഥ എങ്ങനെ വന്നേ? എന്ത് തമാശയാണ് നിങ്ങൾ ചോദിക്കുന്നത്? അതിനെ ഒരു സമൂഹത്തിൽ ബീഡി തെറുക്കുന്നതും ബീഡി വലിക്കുന്ന ആൾക്കാരുള്ളതിനായിട്ടാണോ നിങ്ങൾ അടിമത്തത്തെ കമ്പയർ ചെയ്യുന്നത്? അല്ല, ഞാൻ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയും. അല്ല ഇത് പറ, ഇത് രണ്ടും ഒരേ രീതിയിലാണ് നിങ്ങൾ കാണുന്നത്? അല്ലെന്നേ, കാരണം ഞാൻ പറയുന്ന ഒരു നാട്ടിൽ ഒരു സമൂഹത്തിൽ ഈ വ്യവസ്ഥ വന്നു, ഈ വ്യവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് റിയാക്കത്ത് ചെയ്യുന്ന ഞാൻ ചോദിക്കുന്നത്. ഞാനല്ല ചെയ്യാന്നാണ് ഞാൻ ഈ പറഞ്ഞതേ. നമുക്കൊരു നിലപാടുണ്ടാകും പിന്നെന്താ ഒരു വിഷയത്തിൽ. ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇന്ത്യയിലുള്ള ഒരു കാര്യം, ആ ഇന്ത്യയിലുള്ള ഒരു കാര്യം, ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരു കാര്യം തെറ്റാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ അനുവദനീയമാണെങ്കിലും അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ നാട്ടില് ജാതി ചിന്തയുള്ള പറഞ്ഞുതരാം ജാതി ചിന്തയുള്ള മനുഷ്യന്മാരുണ്ട്. നിങ്ങൾക്കത് പ്രചരിപ്പിക്കാൻ കഴിയുമെന്നാ ചോദിക്കുന്നത്? കഴിയും. നിങ്ങൾ ഇന്ത്യയിലുള്ള ഒരു പ്രശ്നം പറഞ്ഞുതരും. ഇപ്പൊ മദ്യം ഇന്ത്യയിൽ അനുവദനീയമാണ്. എനിക്ക് മദ്യ നിരോധന സമിതി ഉണ്ടാക്കിക്കൂടെ? മദ്യം തിന്മയാണെന്ന് പ്രചരിപ്പിച്ചൂടെ? നമ്മുടെ രാജ്യം മതേതരത്വമായോണ്ടാണ്. മതേതരത്വം അല്ലാത്ത രാജ്യത്താണെങ്കിലോ? അത് മതത്തിന്റെ കുഴപ്പമല്ലേ സുഹൃത്തെ? മതേതരത്വത്തിന്റെ അല്ലാത്ത രാജ്യം മതേതരമല്ലേ? അപ്പൊ മതത്തിനേക്കാളും നല്ലത് നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? അപ്പൊ മതം അല്ലല്ലോ, മതമില്ലാത്തതല്ലേ നല്ലത്? മതത്തിന്റെ ഞാൻ പറയുന്നത് ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ കർണാടകയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതുണ്ടായിക്കൂടെ? എന്ത് ചാരായം ഉണ്ടായിക്കൂടെ? ഉണ്ടാക്കാം. കേരളത്തിൽ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? ചാരായം കേരളത്തിൽ, അങ്ങക്ക് കർണാടകത്തിൽ പോയിട്ട് ചാരായം തെറ്റാണെന്ന് പഠിപ്പിച്ചൂടെ? എങ്ങനെ ചാരായം എന്ന് പറയുന്നത് മനുഷ്യന്റെ എങ്ങനെയാ ചോദിക്കുന്നത്? വ്യവസ്ഥ വരുമോ വരാതിരിക്കോ? ഞാൻ പറഞ്ഞത് അതിനോടാണ് വ്യവസ്ഥ ഓരോ അടിസ്ഥാനത്തിൽ വരുന്നതാണ്, ഓരോ വിഷയത്തിലാ വരുന്നത്. ശരി, അപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ അടിമത്തമില്ല. നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇന്ത്യയിൽ ഇപ്പൊ അടിമത്തമില്ല, സൗദി അറേബ്യയിലും ഇല്ല, ലോകത്തൊരു രാജ്യത്തും വ്യവസ്ഥാപിതമായി അടിമത്തമില്ല. അടിമത്തം ഒരു ക്രിമിനൽ കുറ്റമായിട്ടാണ് ലോകത്ത് ഒട്ടുമിക്ക 99.9% രാജ്യങ്ങളിലും സമൂഹങ്ങളിലും നിലനിൽക്കുന്നത്. അത് എല്ലായിടത്തും ഇപ്പോ എല്ലാരും അംഗീകരിക്കുന്നത്. ഇനി നിങ്ങളോട് ചോദിക്കാണ്, അടിമത്തം തെറ്റാ? അല്ല ഞാൻ പറഞ്ഞില്ലേ, പോയിക്കോളി. നിങ്ങൾ ഈ ഗതികേടിലാണ്. നിങ്ങൾ ഇന്നെ നന്നാക്കണ നേരം നിങ്ങളൊന്ന് കണ്ണാടി വെച്ചിട്ട്, കണ്ണാടി ഇവിടെ മുമ്പ് പോയി നിൽക്കുക. നിങ്ങളിപ്പോ പള്ളിയില് കുട്ടികൾക്ക് ദർസ് ഓതി എല്ലാ മാസവും ചിറ്റൂടുന്ന അല്ലെങ്കിൽ നല്ല പൈസ ഉള്ള വീട്ടിലത്തെ ചെലവും കഴിച്ച് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പള്ളിയിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ അലമാരയുടെ മുകൾ, ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാണ്, നിങ്ങൾ അലമാരയുടെ മുമ്പിൽ പോയി നിൽക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം സങ്കല്പിക്കുക, നിങ്ങൾക്ക് ഒരു മുതലാളി, മനുഷ്യനായ മറ്റൊരു മുതലാളി ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. മനസ്സിലായോ? ആ മുതലാളിക്ക് ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റുന്ന, പൈസക്ക് ആവശ്യം വരുമ്പോൾ പണയം വെക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് വ്യക്തിപരമായി സ്വാതന്ത്ര്യമില്ലാത്ത, നിങ്ങളെ മുതലാളി മരിക്കുമ്പോൾ അയാളുടെ ഏതെങ്കിലും ഒരു മകന് അനന്തരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ജീവി മാത്രമായിട്ട് നിങ്ങളെ കണ്ണാടിയിൽ കാണുക. ആ വ്യവസ്ഥിതിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം നന്മയാണോ തിന്മയാണോ നിങ്ങൾ ചോദിച്ചത്. ആ സിസ്റ്റം ഇപ്പോൾ ഇല്ല. ശരി, മഅസ്സലാമ. ഇത് നിങ്ങളെ ഗതികേടിന്റെ ആഴമാണ്. ഈ ചെളിക്കുഴിയിലേക്കാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്. അതായത് അടിമ പെൺകുട്ടികളെ അവരുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിലും പീഡിപ്പിക്കുന്നതിനെ കുറിച്ച് ഇസ്ലാം അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കാവുന്ന മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തുമ്പോ ഞങ്ങളെ വിളിക്കാം. എന്നിട്ട് നമുക്ക് ഷഹാദത്ത് കലിമ ചെല്ലാം. ശരി, അത് മാത്രം മതി ഇസ്ലാം എന്താന്ന് തിരിയാൻ. അല്ല, അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നെ സംബന്ധിച്ച്. ആ പ്രധാനപ്പെട്ട വിഷയം എല്ലാ മതത്തിലും എല്ലാ യുക്തിയിലും ഇല്ല, എവിടെയില്ല, ലോകത്ത് എവിടെയില്ല. നിങ്ങൾ മാത്രം കുത്തിരുന്ന് ന്യായീകരിച്ചോളി. നിങ്ങൾ ആരെങ്കിലും അടിമത്തത്തെ കുറിച്ച് ചോദിച്ചാൽ അതിനെന്താ കുഴപ്പമൊന്നും ചോദിച്ചോളി. മഅസ്സലാമ.
എന്നാ ശരി. ഓക്കെ ഓക്കെ ഓക്കെ.